നന്ദിനി, ചടങ്ങൊക്കെ നന്നായിട്ട് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. അതിനിടയില് എന്തോ ക്ലാഷ് ഉണ്ടായില്ലേ? ഏട്ടൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിരുന്നു. ഓ, അത് ഗംഭീരായിരുന്നു. നന്ദിനി, കൺഗ്രാചുലേഷൻസ്. എന്തിന്? രണ്ടാമത് താലി കെട്ടിയതിനോ? എന്തായാലും താലിയല്ലേ. സത്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ആഘോഷിച്ചേനെ. അതിന് ഞാൻ സമയം തരാം. എന്നെങ്കിലും ഇതെന്റെ കഴുത്തെന്ന് ഊരുമ്പോ നമുക്ക് ആഘോഷിച്ചാളെ. ഒന്ന് മിണ്ടാതിരിക്കും പെണ്ണെ. നല്ലൊരു കാര്യം പറയാൻ നിൽക്കുമ്പോഴാ താലി ഊരുന്ന കാര്യം പറയുന്നേ. സൂര്യ സാറിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ചടങ്ങിന് സമ്മതിച്ചത്. ഞാൻ കാരണം ഒരാൾക്കും ദ്രോഹം ഉണ്ടാവാൻ പാടില്ലല്ലോ. ആ തോന്നലിന്റെ പേരാണ് സ്നേഹം. സൂര്യക്ക് നന്ദിനിയോട് ഉള്ളിൽ തട്ടിയ സ്നേഹമുണ്ട്. അത് മറച്ചു വെക്കാനൊന്നും ശ്രമിക്കണ്ട. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ? ഈ സ്നേഹം ഉള്ളിൽ തട്ടുക എന്നൊക്കെ പറഞ്ഞ അത് ഈ ആളുകൾ അപ്പുറം ഇപ്പുറം ഇരുന്ന് പറയേണ്ട കാര്യമല്ല. അത് തട്ടുന്ന ആൾക്ക് മനസ്സിലാവേണ്ട കാര്യം അല്ല ആരതി? അതെ അതെ, അക്കാര്യത്തിൽ ഞാൻ നന്ദിനിയുടെ കൂടെയാ. ഈ ആണുങ്ങൾക്കേ കൊറേ കാര്യത്തില് യാഥാർത്ഥ്യം മനസ്സിലാവില്ല. അതെന്താ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലാവാത്തെ? നിങ്ങൾക്കെന്താ സ്പെഷ്യൽ യാഥാർത്ഥ്യോ? ഓ, ഇനിയിപ്പോ ഭാര്യയും ഭർത്താവും കൂടി തർക്കിക്കാൻ തുടങ്ങിക്കോ. ഒരു കാര്യം ചെയ്യും, ഈ ഫോൺ വെച്ചിട്ട് രണ്ടുപേരും കൂടി ആയിക്കോ. അതാ നല്ലത്. ആ, സൂര്യ സാറ് വന്നു. ഞാൻ ഫോൺ വെക്കാണേ. അതെ, ഞാൻ വന്നുകൊണ്ട് താൻ ഫോൺ കട്ടിയൊന്നും വേണ്ട. സംസാരിച്ചോ? ആരതിയാ, ഞങ്ങള് സംസാരിച്ചു കഴിഞ്ഞു. ആ ആരതി, ഞാൻ ഫോൺ വെക്കാണേ. ശരി.